ഹായ് എവ്രി വൺ, പുതിയതായി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ജോബിന്റെ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അത് കൂടാണ്ട് സൂപ്പർ മാർക്കറ്റുകളിലെ നിരവധി വേക്കൻസികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഉള്ളവർക്കൊക്കെ ജോബ് അന്വേഷിക്കുന്നവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. ഇതൊരു അർജന്റ് റിക്വയർമെന്റിലുള്ള വേക്കൻസിയാണ്. ജോബ് ലൊക്കേഷൻ ഉമ്മൽകോയിൻ. സാലറി അവർ ഓഫർ ചെയ്തിരിക്കുന്നത് 2000 തൊട്ട് 2500 dirhams ആണ് സാലറി പറയുന്നത്. ഇതിൽ വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പം അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡാറ്റ കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസിയും ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സിന്റെ വേക്കൻസി തന്നെയാണ്. ഇതിൽ അവർ ചോദിച്ചിരിക്കുന്നത് ക്രൈറ്റീരിയ UA എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. ഹോൾഡിംഗ് ലൈസൻസ് നമ്പർ 8 അത് ചോദിച്ചിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് വേറെ ക്രൈറ്റീരിയാസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐഡി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഡീറ്റെയിൽ ബയോഡാറ്റ കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ഹെവി ബസ് ഡ്രൈവർ. ഇതിൽ റിക്വയർമെന്റ്സ് പറഞ്ഞിരിക്കുന്നത് UA എക്സ്പീരിയൻസ് മസ്റ്റ് ആയിരിക്കണം. ദെൻ അവർ നാഷണാലിറ്റി പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ തന്നെയാണ്. സാലറി അവർ പറഞ്ഞിരിക്കുന്നത് 2500 തൊട്ട് 3000 ആണ് സാലറി റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് CV അയക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അത് കൂടാണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നമ്പറും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഡീറ്റെയിൽസ് വിളിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ദെൻ CV വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്ന വേക്കൻസി ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ്. ഇത് ഫീമെയിൽസിനെയാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്. അതിൽ അവർ ചോദിച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പറയുന്നത് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഫീൽഡിലാണ് അവർ പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും തന്നെ പറയുന്നില്ല. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐഡി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ബയോഡാറ്റ കാര്യങ്ങൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ ഓപ്പറേഷൻ മാനേജർ, സ്റ്റോർ കീപ്പർ, പർച്ചേസ് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് അക്കൗണ്ടന്റ്, ഷോറൂം സെയിൽസ്മാൻ. ഇത്രയും വേക്കൻസികളാണ് ഒരു കമ്പനിയിലോട്ടാണ് അവർ വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ അവർ ചോദിച്ചിരിക്കുന്ന ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് 2 to 5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതും ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇൻഡസ്ട്രിയിൽ തന്നെ ആയിരിക്കണം എക്സ്പീരിയൻസ് അവർ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐഡി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ബയോഡാറ്റ അതും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് അയച്ചു കൊടുക്കാവുന്നതാണ്. അതുകൂടാണ്ട് ഒരു വാട്സപ്പ് നമ്പറും നൽകിയിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് CV അയച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി അക്കൗണ്ട്സ് കം അഡ്മിൻ. ഈ ഒരു വേക്കൻസിയുടെ ലൊക്കേഷൻ പറയുന്നത് ഷാർജ മുവേല കൊമേഴ്ഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. റിക്വയർമെന്റ്സ് അവർ പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഈ ഒരു വേക്കൻസിയിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്. കൂടാതെ എക്സ്പീരിയൻസ് മിനിമം 2 to 3 years ഓഫ് എക്സ്പീരിയൻസ്, അത് അക്കൗണ്ടിൽ ആൻഡ് അഡ്മിൻ വർക്കിൽ ഉള്ളതായിരിക്കണം എക്സ്പീരിയൻസ്. അത് കൂടാണ്ട് ടാലി, ERP ആൻഡ് MS ഓഫീസ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അവർ പറയുന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹസ്ബൻഡ് വിസ അല്ലെങ്കിൽ ഓൺ വിസയിലുള്ളവരെയാണ് അവർ ഇതിലോട്ട് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഷാർജ മുവേല കൊമേഴ്ഷ്യൽ ഏരിയയിൽ ഉള്ളവരും ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ആയിരിക്കണം. അപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐഡി കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ തന്നിരിക്കുന്നതിലോട്ട് കോൾ ചെയ്യാൻ പാടില്ല. അതിലോട്ട് CV അയച്ചു കൊടുക്കാനേ പാടുള്ളൂ. കൂടാണ്ട് തന്നിരിക്കുന്ന ഇമെയിൽ ഐഡിയും ഉണ്ട്. അതിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ദുബായിലെ ഒരു പ്രോജക്റ്റിൽ സിവിലിന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. അതിൽ പൊസിഷൻസ് പ്രൊജക്ട് മാനേജർ ഒരു വേക്കൻസി അവൈലബിൾ ആണ്. കൺസ്ട്രക്ഷൻ മാനേജർ 3 വേക്കൻസീസ് ഉണ്ട്. പ്രൊജക്ട് എഞ്ചിനീയർ 6 വേക്കൻസീസ് ഉണ്ട്. സൈറ്റ് എഞ്ചിനീയർ 6 വേക്കൻസീസ് ഉണ്ട്. QA/QC മാനേജർ ഒരു വേക്കൻസിയാണുള്ളത്. QA/QC എഞ്ചിനീയർ ഒരു വേക്കൻസിയാണ്. ക്വാണ്ടിറ്റി സർവേയർ ഒരു വേക്കൻസി. സേഫ്റ്റി മാനേജർ ഒരു വേക്കൻസി. സേഫ്റ്റി എഞ്ചിനീയർ 4 വേക്കൻസി ഉണ്ട്. സേഫ്റ്റി ഓഫീസർ 5 വേക്കൻസി. പ്ലാനിംഗ് മാനേജർ ഒരു വേക്കൻസി. പ്ലാനിംഗ് എഞ്ചിനീയർ ഒരു വേക്കൻസി. കോസ്റ്റ് കൺട്രോൾ എഞ്ചിനീയർ ഒരു വേക്കൻസി. MEP കോർഡിനേറ്റർ 3 വേക്കൻസി ഉണ്ട്. എഞ്ചിനീയർ ടെക് കോർഡിനേറ്റർ അത് 2 വേക്കൻസി ഉണ്ട്. സിവിൽ ഫോർമാൻ 12 വേക്കൻസീസ് ഉണ്ട്. സ്റ്റീൽ ഫോർമാൻ 2 വേക്കൻസീസ് ആണ്. ഷട്ടറിംഗ് ഫോർമാൻ 2 വേക്കൻസി. മാസൺ ഫോർമാൻ 2 വേക്കൻസി. സ്റ്റോർ കീപ്പർ 3 വേക്കൻസി. ടൈം കീപ്പർ 3 വേക്കൻസി. ഡോക്യുമെന്റ് കൺട്രോളർ 3 വേക്കൻസി. ഡ്രാഫ്റ്റ്മാൻ 5 വേക്കൻസി ഉണ്ട്. ലാൻഡ് സർവേയർ 3 വേക്കൻസി. ടവർ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് 3 വേക്കൻസീസ്. ഇത്രയും വേക്കൻസികളാണ് ഈ ഒരു പ്രോജക്റ്റിലോട്ട് അവർ വിളിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ദുബായ് തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐഡി കൊടുത്തിട്ടുണ്ട്.
അതിലോട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ സബ്ജക്ട് ലൈനിൽ ഏതാണോ പൊസിഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. അടുത്ത വന്നിരിക്കുന്ന വേക്കൻസി റിസപ്ഷനിസ്റ്റ്. ഈ ഒരു വേക്കൻസി ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. അപ്പം ഇതിൽ അവർ ചോദിച്ചിരിക്കുന്ന ക്രൈറ്റീരിയ ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനും വില്ലിംഗ് ആയിരിക്കണം. ജോബിന്റെ ലൊക്കേഷൻ വന്നിട്ട് ബിസിനസ് വേ ദുബായ് ആണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡാറ്റ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് അറക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയിലോട്ടാണ്. പൊസിഷൻ ഓപ്പറേഷൻസ് ഇൻചാർജ് ആണ്. ഇതിലവർ റിക്വയർമെന്റ്സ് പറയുന്നത് മിനിമം 3 to 4 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സൈറ്റ് മാനേജ്മെന്റിലുള്ളതായിരിക്കണം. അതും ഇന്റീരിയർ ഫിറ്റ് ഔട്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മൾട്ടി ടാസ്കിങ്, പ്രയോറിറ്റൈസ് ആൻഡ് മാനേജ് ടൈം എഫക്റ്റീവ്ലി ഒക്കെ എബിലിറ്റി ഉണ്ടായിരിക്കണം. ഫിറ്റ് ഔട്ട് മെറ്റീരിയൽസിനെ കുറിച്ചും ജോയിനറി MEP കോർഡിനേഷനെ കുറിച്ചും ഒക്കെ നല്ല ഒരു നോളജ് ഉണ്ടായിരിക്കണം. UAE ഡ്രൈവിംഗ് ലൈസൻസും മസ്റ്റ് ആണ്. ഇത്രയും ക്രൈറ്റീരിയാസ് ആണ് അവർ പറയുന്നത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബയോഡാറ്റ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. ഇതിന്റെ ജോബ് ലൊക്കേഷൻ ദുബായ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ തന്നെയാണിത്. ഇതിൽ അവർ എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് 3+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അത് ഫിറ്റ്നസ് അല്ലെങ്കിൽ സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുകൂടാണ്ട് കസ്റ്റമർ ഫസ്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെയാണ് അവർ പ്രിഫർ ചെയ്യുക. അറബിക് ലാംഗ്വേജ് അറിയാമെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ബയോഡാറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ്. ഇത് സീനിയർ ലെവലിലും ജൂനിയർ ലെവലിലും ഉള്ളവരെയാണ് അവർ വിളിച്ചിരിക്കുന്നത്. ജോബിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷാർജയാണ്. ഇതിൽ അവർ സാലറി പറഞ്ഞിട്ടുണ്ട് 5,000 തൊട്ട് 10,000 ദരംസ് ആണ് സാലറി അവർ പറഞ്ഞിരിക്കുന്നത്. ജോബിന്റെ റിക്വയർമെന്റ്സ് പറയുന്നത് സീനിയർ അക്കൗണ്ടന്റിന്റെ പോസ്റ്റിലോട്ടാണെങ്കിൽ മിനിമം 3 to 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് സ്ട്രോങ് ഓഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടുള്ളത് ആയിരിക്കണം. അത് കൂടാണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാലിയുടെ പ്രൊഫിഷ്യൻസി നന്നായിട്ടുണ്ടാകണം. ഡീറ്റെയിൽ ഓറിയന്റഡും റിലബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്. ജൂനിയർ ആയിട്ടുള്ള അക്കൗണ്ടന്റിന്റെ പോസ്റ്റിലോട്ട് അവർ വിളിച്ചിരിക്കുന്നത് ഫ്രഷേഴ്സിനെയാണ്. അത് കൂടാണ്ട് എക്സ്പീരിയൻസ്, അതായത് 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷേഴ്സിനെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ടാലി അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കണം. പഞ്ച്വൽ ആൻഡ് ഈഗർ ടു ലേൺ ഉള്ള ആൾക്കാരെയാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വേക്കൻസി അബേല സൂപ്പർ മാർക്കറ്റിലോട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഫീമെയിൽ അക്കൗണ്ടന്റിനെയാണ് വിളിച്ചിരിക്കുന്നത്. UAE എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഈ ഒരു ജോബിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയാസ് ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബയോഡാറ്റ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് ലുലു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ പൊസിഷൻസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് പൊസിഷൻ ക്യാഷ്യർ ആണ്. സെക്കൻഡ് വൺ അക്കൗണ്ടന്റ്, ക്ലീനർ, വെയിറ്റർ, വെയിട്രസ്, ഹെൽപ്പർ, സെയിൽസ്മാൻ ഓർ സെയിൽസ് ഗേൾ, ഇലക്ട്രീഷ്യൻ, സെക്യൂരിറ്റി ഗാർഡ്, സൂപ്പർവൈസർ, മാനേജർ, പാക്കിംഗ് ഹെൽപ്പർ, ട്രോളി ബോയ്, AC ടെക്നീഷ്യൻ, CCTV ഓപ്പറേറ്റേഴ്സ്. ഇത്രയും വേക്കൻസികളാണ് ലുലു സൂപ്പർ മാർക്കറ്റിലോട്ട് വിളിച്ചിരിക്കുന്നത്. ഇതിലവർ പറയുന്ന സാലറി 2,500 തൊട്ട് 12,000 ദർഹംസ് വരെയാണ് സാലറി അവർ പറയുന്നത്. വർക്കിംഗ് അവേഴ്സ് 9 hours ആണ്. പ്ലസ് അതർ ഇൻസെന്റീവ്സും ഉണ്ടായിരിക്കും. കമ്പനി ഓഫർ ചെയ്യുന്നത് 3 ഇയർ വിസ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷനും കാൻഡിഡേറ്റ്സിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് നമ്പറാണ് നൽകിയിരിക്കുന്നത്. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡാറ്റ കാര്യങ്ങൾ ഏതാണോ പൊസിഷൻ അപ്ലൈ ചെയ്യുന്നത് അത് സബ്ജക്ട് ലൈനിൽ മെൻഷൻ ചെയ്തിട്ട് വേണം വാട്സപ്പിൽ നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന്. അടുത്ത് വന്നിരിക്കുന്ന വേക്കൻസി സെയിൽസ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്. ഈ 2 വേക്കൻസികളും കോൺടാക്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അണ്ടറിലോട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലെ ലൊക്കേഷൻ പറയുന്നത് ദുബായ്. എക്സ്പീരിയൻസ് അവർ ചോദിച്ചിരിക്കുന്നത് മിനിമം 4 ഇയർ എക്സ്പീരിയൻസ് ഈ സിമിലർ ആയിട്ടുള്ള റോളിൽ നിന്ന്, അതും UAE എക്സ്പീരിയൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും അതും ഈ എക്സ്പീരിയൻസ് മീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡാറ്റ കാര്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഡെപ്യൂട്ടി സെയിൽസ് മാനേജർ. ഇത് ഒരു ലോജിസ്റ്റിക്സിലോട്ടാണ് വിളിച്ചിരിക്കുന്നത്.
ഇതിലൊരു റിക്വയർമെന്റ്സ് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു സെയിൽസ് ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. അതായത് UAE ഫ്രൈറ്റ് ഫോർവേഡിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മിനിമം 6 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതും ഫ്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സെയിൽസിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. എക്സലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെഗോഷിയേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. കോളേജ് ഗ്രാജുവേറ്റ് ആയിരിക്കണം. കൂടാണ്ട് UAEയുടെ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കണം. ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ബയോഡേറ്റ കാര്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇത്രയുമാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ. അപ്പം ഇനിയും ഇതുപോലത്തെ വേക്കൻസികളുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.